ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരു ഗ്രാമത്തിലെ മതിലിൽ ഒരു സന്ദേശം എഴുതിയിരിക്കുന്നത് കാണുകയും അടുത്ത ദിവസം ആ സന്ദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്താൽ എങ്ങനെയിരിക്കുന്നു ചിന്തിച്ചു നോക്കിയേ. ഇതേ ആശയത്തെ അടിസ്ഥാനമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ മംഗൾവാരം എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുന്നത് മഹാലക്ഷ്മിപുരം എന്ന ഗ്രാമത്തിൽ രവി, ശൈലു എന്നീ രണ്ട് കുട്ടികളെ കാണിച്ചുകൊണ്ടാണ്. അവർ കളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുമായിരുന്നു. അവർ വളരെ നല്ല സുഹൃത്തുക്കളും എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കാളികളുമായിരുന്നു. രവിയുടെ അമ്മ ഈ ലോകത്തില്ല. അവൻ അച്ഛനോടൊപ്പമാണ് താമസിക്കുന്നത്. അവന്റെ അച്ഛൻ വളരെ പരുക്കനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ വാത്സല്യം ഇല്ലാതെയാണ് ആ കുട്ടി വളർന്നത്. മറുവശത്ത് ശൈലുവിന്റെ അമ്മയും ജീവിച്ചിരിപ്പില്ല. അവളുടെ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ച് പുതിയ ഭാര്യയോടൊപ്പം മറ്റൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ശൈലു ഇവിടെ അവളുടെ അമ്മുമ്മയുടെ കൂടെയാണ് കഴിയുന്നത്. അവസാനമായി രവിയും ശൈലുവും ഗ്രാമത്തിലെ ഉത്സവത്തിന് പോയിരുന്നു. അവിടെ വെച്ച് അവർ 7 ഫോട്ടോകൾ എടുത്തിരുന്നു. ശൈലു കൺമശി എഴുതാത്തതുകൊണ്ട് ഭംഗിയില്ലെന്ന് രവി പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ കൺമശി തീർന്നു പോയെന്ന് അവൾ മറുപടി നൽകുന്നു. ഇത് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് രാത്രി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ വിളക്കിലെ കരിയെടുത്ത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കൺമശി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്നും രവി പറയുന്നു. ഇത് കേട്ട് ശൈലുവിന് ഒരുപാട് സന്തോഷമായി. രാത്രിയിൽ പേടി തോന്നിയില്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും ശൈലുവിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് അവൻ മറുപടി നൽകി. പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിലെ ഒരു കിണറ്റിൽ ഒരു പട്ടിക്കുഞ്ഞ് വീണ് കിടക്കുന്നത് കാണുന്നു. അത് കണ്ട് മനസ്സലിഞ്ഞ് അവർ അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി പുറത്തെടുക്കുന്നു. ശൈലു അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ശൈലുവിന്റെ അച്ഛനും രണ്ടാനമ്മയും അവരുടെ കുട്ടിയുമായി അമ്മുമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഭാര്യയുടെ വാക്ക് കേട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ശൈലുവിനെ ഇവിടെ നിർത്തി മറ്റൊരു ഗ്രാമത്തിൽ താമസിക്കാൻ പറഞ്ഞത് അവരായിരുന്നു. ശൈലുവിന്റെ അച്ഛന് അവളോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ശൈലുവിന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് അവർ വന്നത്. എന്നാൽ ആ സ്ഥലം ശൈലുവിന്റെ ഭാവിക്ക് വേണ്ടി മകൾ മാറ്റിവെച്ചതാണെന്നും അത് അവൾക്ക് മാത്രമേ നൽകൂ എന്നും പറഞ്ഞ് അമ്മുമ്മ വിസമ്മതിക്കുന്നു. അവർ നിർബന്ധിച്ചെങ്കിലും അമ്മുമ്മ സമ്മതിച്ചില്ല. ദേഷ്യപ്പെട്ട് ശൈലുവിന്റെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരുടെ കൂടെ പോകാൻ ശൈലുവിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് അവളുടെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മുമ്മ അവളെ ആശ്വസിപ്പിച്ചു. അവൾക്ക് അച്ഛനോട് വലിയ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് അവളോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു. പിന്നീട് അവൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് രവിയെ കാണുന്നു. അവൻ അവളെ ആശ്വസിപ്പിക്കുകയും കൂടെ ഇരുന്ന് ക്ഷേത്രത്തിലെ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ബീഡി വാങ്ങാൻ പറഞ്ഞയച്ച അവളുടെ അച്ഛൻ അവിടെ എത്തി അവളോട് ദേഷ്യപ്പെടുന്നു. ഇതിൽ ദേഷ്യം വന്ന രവി വീട്ടിലേക്ക് പോകുന്നു. ഇതിനുശേഷം ശൈലുവും വീട്ടിലെത്തുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അമ്മുമ്മ അവളുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്നു. കാരണം അവൾക്ക് ആദ്യമായി പീരീഡ്സ് വന്നിരുന്നു. അവൾ വല്ലാതെ പരിഭ്രമിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ അച്ഛനെ വിളിച്ച് വരാൻ പറയുന്നു. എന്നാൽ ആ ദുഷ്ടനായ അച്ഛൻ വരാൻ കഴിയില്ലെന്ന് തീർത്തും പറയുന്നുണ്ട്. ഒടുവിൽ അമ്മൂമ്മ തന്നെ ശൈലുവിനെ ആശ്വസിപ്പിക്കുകയും ഇതൊന്നും സാരമില്ലെന്നും സ്ത്രീകളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണിതെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു രാത്രി ഗ്രാമത്തിൽ പെട്ടെന്നൊരു ബഹളം ഉണ്ടാവുന്നു. രവിയുടെയും അച്ഛന്റെയും വീടിന് തീ പിടിച്ച് അവർ രണ്ടുപേരും മരിക്കുന്നു. ഇത് ശൈലുവിനെ വല്ലാതെ തളർത്തി. കാരണം അവളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കിയിരുന്ന 2 പേരായിരുന്നു അമ്മുമ്മയും രവിയും. അതിൽ രവി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അവൾ ആകെ തകർന്നുപോയി. സിനിമ 10 വർഷത്തിന് ശേഷം ഒക്ടോബർ 10 ചൊവ്വാഴ്ച രാത്രി 11:11 മാറുന്നുണ്ട്. ഒരു നായ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. ഒരു ദുഷ്ടശക്തി ഗ്രാമത്തിൽ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴാണ് കാലിൽ ചിലങ്കയണിഞ്ഞ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. അവർ ഒരു പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കൈകളിലും തലയിലും തീ വെച്ചിരുന്ന അവർ അവിടെയെല്ലാം ഓടി നടക്കുന്നു. രാവിലെ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ ഒരു മതിലിന് മുന്നിൽ കൂടി നിൽക്കുന്നത് കാണാം. അതിലെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. കാശിയും പുള്ളിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ സുഹൃത്തുക്കളാണ്. പുള്ളിക്ക് കാഴ്ചയില്ല. കാശി കാണുന്ന കാര്യങ്ങൾ അവന് വിവരിച്ചു കൊടുക്കും. മതിലിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിൻവശത്തെ തെരുവിലെ ശ്യാമളയുടെ ഭർത്താവ് മച്ചി രാജു, ചെറിയ പ്രതാപ് രാജുവിന്റെ വീടിനടുത്തുള്ള ഡാനിയലിന്റെ ഭാര്യ മേരി എന്നിവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഗ്രാമവാസികൾ വിശാല മനസ്സോടെ ഇത് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോഴേക്കും ഡാനിയൽ അങ്ങോട്ട് വരുന്നുണ്ട്. രാത്രി മുഴുവൻ വയലിൽ വെള്ളം നനയ്ക്കുകയായിരുന്നു അവൻ. മതിലെഴുതിയ കാര്യം കാശി അവനോട് പറയുന്നു. ദേഷ്യത്തിൽ അവൻ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് തുടക്കത്തിൽ ശൈലുവും രവിയും പട്ടിക്കുഞ്ഞിനെ രക്ഷിച്ച ആ പഴയ കിണർ നമ്മൾ കാണുന്നത്. അവിടെ വന്ന ഒരാൾ ധാരാളം ചിത്രശലഭങ്ങൾ പറക്കുന്നത് കാണുന്നു. കിണറ്റിലേക്ക് നോക്കിയ അയാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത 2 പേരുടെ മൃതദേഹങ്ങൾ കാണുന്നു. അത് മേരിയും പ്രതാപ് രാജുവുമായിരുന്നു. പതിയെ അവിടെ ഗ്രാമവാസികൾ തടിച്ചുകൂടുന്നു. അപ്പോഴേക്കും ഗ്രാമത്തിലെ പുതിയ SI മായ അവിടെ എത്തുന്നു. അവർ സംഭവ സ്ഥലം പരിശോധിക്കാൻ തുടങ്ങുന്നു. ക്രൈം സീനിന്റെ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഗ്രാമത്തിലെ ഫോട്ടോഗ്രാഫറായ ശിവ വന്ന ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. മായ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ തുടങ്ങുമ്പോൾ ഗ്രാമവാസികൾ തടയുന്നു. അതിനു മുമ്പ് ജന്മിയായ പ്രകാശന്റെ അനുവാദം വേണമായിരുന്നു. അയാളുടെ അനുവാദമില്ലാതെ ഗ്രാമത്തിൽ ഒരു ഇല പോലും അനങ്ങില്ല. അപ്പോഴാണ് നാം ജന്മി പ്രകാശിനെ കാണുന്നത്. അയാൾ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് നമസ്കരിച്ച ശേഷം പെട്ടെന്ന് ആ ഫോട്ടോയിൽ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ തുടങ്ങുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ ദാനം ചെയ്ത് പ്രകാശന് ഈ വീടും ഒരു പഴയ കാറും മാത്രം ബാക്കി വെച്ചു. അതിലുള്ള ദേഷ്യവും വെറുപ്പുമായിരുന്നു അയാൾക്ക്. അയാൾ ഒരു വലിയ നിരീശ്വരവാദി കൂടിയായിരുന്നു. അപ്പോഴേക്കും ഭാര്യ രാജേശ്വരി ആരതിയുമായി വരുന്നു.
പ്രകാശ് വളരെ പരുക്കനും അഹങ്കാരിയുമായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ സംഭവ സ്ഥലത്തെത്തി എല്ലാം കണ്ട ശേഷം മായയോട് പറയുന്നു, ഇതൊരു സാധാരണ കേസാണെന്നും ഇവിടെ അവിഹിത ബന്ധം ആരോ കണ്ടുപിടിച്ച് മതിലിൽ എഴുതിയപ്പോൾ നാണക്കേടുകൊണ്ട് വിഷം കഴിച്ച് മരിച്ചതാണെന്നും ഇതൊരു കൊലപാതകമല്ലെന്നും പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. മേരിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നു. പ്രതാപ് രാജുവിന്റെ മൃതദേഹം ദഹിപ്പിക്കുന്നു. അപ്പോഴാണ് മഹാലക്ഷ്മി ദേവിയുടെ മുഖംമൂടി അണിഞ്ഞ ഒരാൾ അയാളുടെ ചിതയ്ക്കരികിൽ നിൽക്കുന്നത് നാം കാണുന്നത്. അടുത്ത സീനിൽ കാശി ഗ്രാമത്തിലെ കടയുടമയായ നാഗമണിയോട് ശൃംഗരിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അപ്പോഴേക്കും പുള്ളിയും അങ്ങോട്ട് വന്നു. അവർ ഗ്രാമത്തിലെ ഡോക്ടർ വിശ്വനാഥം ക്ലിനിക്കിലേക്ക് പോകുന്നത് കാണുന്നു. അയാൾ ഒരു കാലത്ത് വലിയ കാമുകനായിരുന്നുവെന്നും അയാളുടെ മകൾ വളരെ മുൻപേ മരിച്ചുപോയെന്നും അവർ സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ക്ലിനിക്കിൽ എത്തിയപ്പോൾ ഒരു ദമ്പതികൾ മകളുടെ അസുഖവുമായി വരുന്നുണ്ട്. അവൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. അതിന്റെ ചികിത്സ പട്ടണത്തിൽ മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ ഉപദേശിക്കുന്നു. പണമില്ലാത്തതുകൊണ്ട് ഡോക്ടർ സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് പണം നൽകി അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോഴാണ് നാനി എന്ന ചെറുപ്പക്കാരനെ കാണുന്നത്. അവൻ സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവൻ ഗുർജ എന്നയാളുടെ വീട്ടിലും പോകുന്നുണ്ട്. നാനിക്ക് ഗുർജയുടെ പെങ്ങളുമായി പ്രണയമുണ്ട്. അവളുമായി അല്പം സംസാരിച്ച് മടങ്ങുമ്പോൾ ഗുർജയെ വഴിയിൽ കാണുന്നു. അവൻ കല്യാണ കഥ നൽകുന്നുണ്ട്. ആ കല്യാണത്തിന് ഗ്രാമവാസികളെല്ലാം എത്തിയിരുന്നു. ഗുർജയും എത്തിയിരുന്നു. ഗുർജയും സുഹൃത്തുക്കളും വാശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവനായിരിക്കും മതിലിൽ എഴുതിയതെന്നും പണ്ട് ഉത്സവത്തിന് വഴക്കുണ്ടാക്കി ഗ്രാമത്തിലെ ഉത്സവം തന്നെ നിർത്തിവെപ്പിച്ചവനാണെന്നും അവർ പറയുന്നു. വാശുവിന്റെ അടുത്ത സുഹൃത്തായ നാനി ഈ വിവരം അവനെ അറിയിക്കുന്നുണ്ട്. വാശു ഗുർജയുമായി വഴക്കിടാൻ തുടങ്ങുന്നു. പതിയെ അവിടെയുള്ളവരെല്ലാം ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം തല്ലുകൂടുന്നു. അപ്പോഴേക്കും രാജേശ്വരി അവിടെ എത്തുന്നു. ജന്മിയെ പേടിച്ച് എല്ലാവരും വഴക്ക് നിർത്തുന്നു. എന്നാൽ അവർ പോയ ഉടൻ വീണ്ടും അടി തുടങ്ങുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് ഗ്രാമത്തിലെ പൂജാരിയെ കാണിക്കുന്നു. 2 വർഷമായി മുടങ്ങിയ ഉത്സവം നടത്തുന്നതിനെ കുറിച്ച് ഭാര്യ സംസാരിക്കുന്നു. പൂജാരി ജന്മിയോട് സംസാരിക്കാമെന്ന് പറയുന്നു. അയാൾ ജന്മിയോട് അടുത്ത് ചെന്ന് ഉത്സവം നടത്താനും ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികൾക്കായി സംഭാവന ചോദിക്കുന്നു. എന്നാൽ ജന്മി അയാളെ ചീത്ത പറഞ്ഞു ഓടിക്കുന്നുണ്ട്. പക്ഷേ രാജേശ്വരി അയാളെ തടഞ്ഞു നിർത്തി കുറച്ച് പണം നൽകുന്നു. തിങ്കളാഴ്ച രാത്രി ഉത്സവം തുടങ്ങി. ചൊവ്വാഴ്ച രാത്രി അഖണ്ഡ ജ്യോതി തെളിയിച്ച് പൂജ അവസാനിപ്പിക്കണമെന്നും കാരണം മഹാലക്ഷ്മി ദേവിയുടെ ഇഷ്ട ദിവസം ചൊവ്വാഴ്ചയാണെന്നും പൂജാരി പറയുന്നു. പൂജാരിക്ക് പണം നൽകിയതിന് പ്രകാശ് രാജേശ്വരിയോട് ദേഷ്യപ്പെടുന്നു. കുടുംബത്തിന്റെ മാനം കാത്തു സൂക്ഷിക്കേണ്ടതുകൊണ്ടാണ് താൻ പണം നൽകിയതെന്ന് അവർ പറയുന്നു. ഇതിനിടയിൽ മായ എങ്ങോട്ടോ പോകുമ്പോൾ വാഴത്തോട്ടത്തിൽ ആ മുഖംമൂടി അണിഞ്ഞ വ്യക്തിയെ കാണുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷനാകുന്നു. അത് മായയുടെ തോന്നലാണെന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. ഉത്സവ ദിവസം ഗ്രാമം മുഴുവൻ ആഘോഷത്തിലാണ്. എല്ലാവരും പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. മറുവശത്ത് ആ മുഖംമൂടി ധരിച്ചയാൾ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ അഖണ്ഡ ജ്യോതി തെളിയിച്ച ശേഷം അയാളും ശാന്തനാകുന്നു. രാത്രിയിൽ അതേ വേഷത്തിൽ പൂജയ്ക്കായി തയ്യാറെടുത്ത ആ സ്ത്രീ തീയും കൊണ്ട് ഓടുന്നതും ആ നായ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും കാണിക്കുന്നു. അടുത്ത ദിവസം ഗ്രാമവാസികൾ മതിലിൽ മറ്റൊരു സന്ദേശം എഴുതിയിരിക്കുന്നത് കാണുന്നു. വലിയ അമ്പലത്തിനടുത്തുള്ള മുൻഷിയുടെ അളിയൻ കൃഷ്ണയും കടയുടമയായ നാഗമണിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഗ്രാമവാസികൾ വിശാല മനസ്സോടെ ഇത് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കണ്ട് ആളുകൾ പരിഭ്രാന്തരാകുന്നു. അപ്പോഴാണ് ഒരു മരത്തിൽ കൃഷ്ണയുടെയും നാഗമണിയുടെയും മൃതദേഹങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. കാശി ശൃംഗരിച്ചാൻ ശ്രമിച്ച അതേ നാഗമണിയായിരുന്നു അത്. മായ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുന്നു. ഇത് ആത്മഹത്യ അല്ലെന്നും ഗ്രാമത്തിൽ തന്നെയുള്ള ആരോ ഒരാൾ എല്ലാവരെയും കുറിച്ച് മനസ്സിലാക്കി മതിലിൽ എഴുതിയ ശേഷം അവരെ കൊല്ലുന്നതാണെന്നും അവർ പ്രകാശിനോട് തറപ്പിച്ചു പറയുന്നു. മരിച്ചവരുടെ താഴെ സ്റ്റൂളോ മറ്റു സഹായങ്ങളോ ഇല്ലായിരുന്നു. അതായത് ആരോ അവരെ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. കൊലയാളി തെളിവുകളൊന്നും അവശേഷിപ്പിക്കുന്നില്ലെന്നും മേരിയുടെ മൃതദേഹം പോലും കാണാതായെന്നും അവർ കോൺസ്റ്റബിളിനോട് പറയുന്നു. എന്നാൽ നാഗമണിയുടെയും കൃഷ്ണയുടെയും മൃതദേഹങ്ങൾ ഫോറൻസിക്കിന് അയക്കുന്നു. ഗ്രാമവാസികൾ ഒരു പഞ്ചായത്ത് കൂടുന്നുണ്ട്. ഈ മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് അവർ ചർച്ച ചെയ്യുന്നു. എല്ലാ മരണങ്ങളും മഹാലക്ഷ്മിയുടെ ഇഷ്ട ദിവസമായ ചൊവ്വാഴ്ചയാണ് നടക്കുന്നതെന്ന് പൂജാരി ചൂണ്ടിക്കാണിക്കുന്നു. ജന്മിയുടെ മുത്തശ്ശന്റെ കാലത്തും ഇതുപോലെ ആളുകൾ രക്തം ഛർദ്ദിച്ച് മരിച്ചിരുന്നുവെന്നും അന്ന് വലിയൊരു പൂജ നടത്തിയാണ് ദേവിയുടെ രൗദ്രരൂപം ശാന്തമാക്കിയതെന്നും ഇപ്പോഴും അത് തന്നെ ചെയ്യണമെന്നും പൂജാരി പറയുന്നു. എന്നാൽ പലരും ഇതിനോട് വിയോജിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് SI മായയ്ക്ക് ഗ്രാമത്തിലുള്ള എല്ലാവരെയും സംശയമുണ്ടെന്നാണ്. എന്നാൽ ഗ്രാമവാസികൾക്ക് മായയാണ് സംശയം. കാരണം അവർ വന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ച ആളുകൾ മരിക്കുന്നതിനാൽ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഗ്രാമത്തിൽ വിളംബരം ചെയ്യുന്നു. രാത്രിയിൽ മതിലിൽ എഴുതുന്നയാളെ കണ്ടെത്താൻ ഒരു സംഘം ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങുന്നു. അവർ എഴുതുന്ന ഒരാളെ കാണുകയും പിന്തുടർന്ന് പിടികൂടുകയും ചെയ്യുന്നു. അത് നാനിയായിരുന്നു. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ഡോക്ടർ വിശ്വനാഥം പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നു. ആ ശബ്ദം പിന്തുടർന്ന് അയാൾ പഴയ കിണറ്റിനരികിലെത്തുന്നു. അവിടെ ഒരു പ്രേതത്തെ കണ്ട് അയാൾ ഭയക്കുന്നു. അയാളുടെ വായിൽ നിന്ന് ആ പേര് വരുന്നു, ശൈലു. അതെ, സിനിമയുടെ തുടക്കത്തിൽ നാം കണ്ട ശൈലുവിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നിന്ന് കഥ 18-ാം മാസം പിന്നോട്ട് പോകുന്നു. ശൈലു അമ്മൂമ്മയോടും ചെറുപ്പത്തിൽ കിണറ്റിൽ നിന്ന് കിട്ടിയ നായയോടുമൊപ്പം ജീവിക്കുകയായിരുന്നു. ആ നായയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. ശൈലു വളർന്ന് കോളേജിൽ പഠിക്കാൻ പോയിരുന്നു. അവിടെ വെച്ച് മദൻ എന്നൊരു പ്രൊഫസറുമായി അവൾ പരിചയത്തിലാവുന്നു. അവൾക്ക് അയാളോട് പ്രണയം തോന്നി. ശൈലുവിന് ഒരു വിചിത്രമായ ഒരു അസുഖമുണ്ടായിരുന്നു.
അവൾക്ക് പെട്ടെന്ന് വിറയലുണ്ടാവുകയും ശരീരം പിടയുകയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും ഒരുപാട് ചിത്രശലഭങ്ങൾ പറന്നു പോകുന്നതായി തോന്നുകയും ചെയ്യും. പിന്നീട് എങ്ങനെയോ അവൾ സ്വയം നിയന്ത്രിക്കും. ഒരു ദിവസം അവൾ പ്രൊഫസർ മദന്റെ വീട്ടിൽ പായസവുമായി ചെല്ലുന്നുണ്ട്. അന്ന് മഴയുണ്ടായിരുന്നു. അവൻ അവളോട് സംസാരിക്കുകയും റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ കഥ പറയുകയും ചെയ്യുന്നു. അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. അവർ പ്രണയത്തിലാവുകയും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇങ്ങനെ സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ദിവസം മദൻ കോളേജിൽ വന്നില്ലെന്ന് ശൈലു ശ്രദ്ധിക്കുന്നു. അവന്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ ഭാര്യയുമായി കോളേജിലേക്ക് വരുന്നു. 3 വർഷമായി പ്രണയത്തിലായിരുന്ന അവരെ അവൻ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത്. ഈ കാര്യങ്ങളൊന്നും അവൻ ശൈലുവിനോട് പറഞ്ഞിരുന്നില്ല. അതായത് അവൻ അവളെ വഞ്ചിക്കുകയായിരുന്നു. ഇത് ശൈലുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ ആഘാതമായിരുന്നു. അവൾ മദനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ അപമാനിച്ച് സംസാരിക്കുന്നു. ഈ ദുഃഖവുമായി വീട്ടിലെത്തി അവളെ കാത്തിരുന്നത് മറ്റൊരു ദുരന്തമായിരുന്നു. അവളുടെ അമ്മുമ്മ മരണപ്പെട്ടിരുന്നു. അവളെ സ്നേഹിച്ചവർ അവളെ വിട്ടുപോയി. അച്ഛനാണെങ്കിൽ അവളെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അദ്ദേഹം അപ്പോഴും സ്ഥലത്തിന്റെ കാര്യവുമായി വന്നു. അവൾ സ്ഥലത്തിന്റെ രേഖകൾ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു. അവൾ വിഷാദത്തിലേക്ക് വീണു. എപ്പോഴും കരയുകയും അലറുകയും മദനെ ഓർക്കുകയും ചെയ്തു. ആ വിറയലുകൾ അവളെ നിരന്തരം വേട്ടയാടി. ഒരു ദിവസം അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് വരുന്നു. അവനിൽ അവൾ മദനെ കാണുകയും അവനുമായി ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇതൊരു പതിവായി. ആ അസുഖം വരുമ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. ബോധം വരുമ്പോൾ അവൾ ഏതെങ്കിലും പുരുഷന്റെ കൂടെയായിരിക്കും. ഇത് അവളെ വല്ലാതെ അലട്ടി. കാരണം അവൾക്കിത് ഇഷ്ടമായിരുന്നില്ല. അവൾക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ലാതായപ്പോൾ ഒരു മര ഉരുപ്പടികൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ജോലിക്ക് കയറി. ഗ്രാമത്തിലെ ആളുകൾ അവളെ മോശം കണ്ണുകളോടെ കാണാൻ തുടങ്ങി. അവൾ ആരുമായി ബന്ധപ്പെടുന്നുവോ അവരെക്കുറിച്ച് ഗ്രാമത്തിൽ ചർച്ചകൾ തുടങ്ങി. ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്നയാൾ ബസ്സിന്റെ കുലുക്കത്തിൽ അവളെ തട്ടിയപ്പോൾ അവൾക്ക് വീണ്ടും ആ അസുഖം വരാൻ തുടങ്ങി. സ്വയം നിയന്ത്രിക്കാൻ അവൾ കയ്യിൽ കെട്ടിയിരുന്ന ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് സ്വയം വേദനിപ്പിച്ചു. ഒരു ദിവസം ഫാക്ടറി ഉടമ തന്റെ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് ശൈലുവുമായി ബന്ധപ്പെടാൻ അയച്ചു. എന്നാൽ അവൾ അതിന് വിസമ്മതിക്കുകയും അവരെ തല്ലുകയും ചെയ്തു. ദേഷ്യം വന്ന മുതലാളി അവളുടെ മേൽ മോഷണക്കുറ്റം ആരോപിച്ച് അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇതെല്ലാം കൊണ്ട് മടുത്ത ശൈലു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അതിനും അവൾക്ക് കഴിഞ്ഞില്ല. അവൾ വീട്ടിലെത്തി ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് തന്നെ തല്ലിച്ചു. അവൻ അവളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ പേടിച്ച് ഓടിപ്പോയി. തന്റെ അവസ്ഥയിൽ മനംനൊന്ത് അവൾ തകർന്നുപോയി. എല്ലായിടത്തും ചിത്രശലഭങ്ങളെ കാണാൻ തുടങ്ങി. ഇതോടെ ആ അസുഖം കൂടെ വരാൻ തുടങ്ങി. അവൾ പലരുമായും ബന്ധപ്പെടാൻ തുടങ്ങി. ഗ്രാമത്തിൽ അവളെക്കുറിച്ച് കൂടുതൽ മോശം കഥകൾ പറഞ്ഞു. ഒരു ദിവസം അവൾ ഭംഗിയായി ഒരുങ്ങിയിരിക്കുമ്പോൾ പ്രതാപ്, രാജു, മേരി, നാഗമണി, വിഷ്ണു എന്നിവരുൾപ്പെടെ ഗ്രാമത്തിലെ കുറച്ച് ആളുകൾ അവളെ ജന്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അയാൾ അവളോട് ദേഷ്യപ്പെടുകയും ഗ്രാമം വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവളുടെ അവസ്ഥയെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. ഗ്രാമവാസികളെല്ലാം അവളെ കല്ലെറിഞ്ഞ് ഗ്രാമത്തിന് പുറത്താക്കാൻ പോയി. ഇത് കണ്ട് നാഗമണിക്കും മേരിക്കും സന്തോഷമായി. അടുത്ത ദിവസം ശൈലു ഗ്രാമത്തിലെ പഴയ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത പരന്നു. അവളുടെ മൃതദേഹം സംസ്കരിക്കാൻ പോലും യോഗ്യമല്ലെന്നും നദിയിൽ എറിഞ്ഞു കളയണമെന്നും പ്രതാപ് രാജു പറഞ്ഞു. ഇവിടെ കഥ തിരികെ പ്രസന്റിലേക്ക് വരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും നാനി താൻ ആരെയും കൊന്നിട്ടില്ലെന്നും മതിലിൽ എഴുതിയിട്ടില്ലെന്നും പറയുന്നു. അവൻ യഥാർത്ഥത്തിൽ ഗുർജിയുടെ പെങ്ങളെയാണ് സ്നേഹിച്ചിരുന്നത്. ആ കാര്യം മതിലിൽ എഴുതി എല്ലാവരെയും അറിയിച്ച് വിവാഹം നടത്താനാണ് അവൻ ശ്രമിച്ചത്. അങ്ങനെ ചെയ്താൽ അടുത്തത് തങ്ങളായിരിക്കുമെന്ന് പേടിച്ച് ഗ്രാമക്കാർ വിവാഹം നടത്തി തരുമെന്ന് അവൻ കരുതി. നാഗമണിയുടെയും കൃഷ്ണയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നു. അത് കണ്ട മായയുടെ കണ്ണുകൾ തിളങ്ങി. ഡോക്ടർ വിശ്വനാഥം പ്രേതത്തെ കണ്ടതു മുതൽ ഗ്രാമത്തിൽ ഭീതി പടർന്നിട്ടുണ്ടെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. മതിലിൽ എഴുതുന്നത് നാനി അല്ലെന്ന് ഗ്രാമക്കാർക്ക് മനസ്സിലായി. ഇത്തവണ എഴുതുന്നയാളെ പിടിക്കാൻ ഗ്രാമത്തിന്റെ അകത്തും പുറത്തും ആളുകൾ കാവൽ നിന്നു. അപ്പോഴാണ് ആ സ്ത്രീയെ നാം വീണ്ടും കാണുന്നത്. അത് പൂജാരിയുടെ ഭാര്യയായിരുന്നു. ഗ്രാമത്തിന്റെ നന്മയ്ക്കായി എല്ലാ ചൊവ്വാഴ്ചയും അവർ ഈ പൂജ ചെയ്യാറുണ്ടായിരുന്നു. അതിനിടയിൽ ഒരാൾക്ക് ദേവിയുടെ രൗദ്രരൂപം ദൃശ്യമായെങ്കിലും മറ്റുള്ളവർ അത് അയാളുടെ തോന്നലാണെന്ന് കരുതി. ശൈലുവിന്റെ നായ ഇപ്പോഴും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിന് പുറത്ത് എന്തോ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരോ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി. എന്നാൽ അവരെ കബളിപ്പിച്ചതായിരുന്നു. കാരണം വിളിച്ചു പറഞ്ഞയാൾ ഗ്രാമവാസി ആയിരുന്നില്ല. അപ്പോഴാണ് ഗ്രാമത്തിനുള്ളിൽ ഡോക്ടർ മതിലിൽ എഴുതുന്നത് നാം കാണുന്നത്. എസ് ഐ മായ അവിടെ എത്തുന്നു. പ്രേതത്തെക്കുറിച്ചുള്ള അയാളുടെ കഥ കേട്ടാണ് മായ അയാളെ പിന്തുടർന്നത്. നാഗമണിയുടെയും കൃഷ്ണയുടെയും ശരീരത്തിൽ നിന്ന് കിട്ടിയ മയക്കുമരുന്ന് ഒരു ഡോക്ടർക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നതും സംശയത്തിന് കാരണമായി. മായ അയാളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവരെ മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തുന്നു. ബോധം വന്നപ്പോൾ മായ അയാളോട് സത്യം ചോദിക്കുന്നു. താൻ ശൈലുവിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അയാൾ പറയുന്നു. അവൾ ഡോക്ടറുടെ കാമുകിയായിരുന്നില്ലേ എന്ന് മായ ചോദിക്കുമ്പോൾ അയാൾ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തുന്നു. ഇവിടെയാണ് കഥയുടെ യഥാർത്ഥ രഹസ്യങ്ങൾ ചുരുളഴിയുന്നത്. ശൈലുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ അവൾ ആകെ തകർന്നിരുന്നു. ഡോക്ടറാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ആശ്വസിപ്പിച്ചതും അവളുടെ അസുഖം ഭേദമാക്കാൻ ശ്രമിച്ചതും. അവളെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് അവൾക്ക് ഹൈപ്പർ സെക്ഷുവൽ ഡിസോർഡർ അഥവാ നിംഫോമാനിയ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു മാനസിക രോഗമായിരുന്നു. കുട്ടിക്കാലത്തുണ്ടായ നഷ്ടങ്ങൾ, ഒറ്റപ്പെടൽ, മാനസികാഘാതം എന്നിവ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഡോക്ടർ അവളെ സ്വന്തം മകളെ പോലെ കണ്ട് ചികിത്സിച്ചു. അവളുടെ ഉള്ളിലെ ശൂന്യത അവളെ കാർന്നു തിന്നുകൊണ്ടിരുന്നു.
അപ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് സന്തോഷം തിരികെ നൽകാൻ ഒരാൾ വരുന്നത്. പ്രസന്റിൽ വാശു ആ മുഖംമൂടി ധരിച്ചയാളെ പിന്തുടർന്ന് ഒരു വയലിലെത്തിക്കുന്നു. അയാൾ വാശുവിനെ ആക്രമിക്കുന്നു. അവർ തമ്മിൽ ഘോരമായ പോരാട്ടം നടക്കുന്നുണ്ട്. വാശു അയാളെ കുത്തുന്നുണ്ടെങ്കിലും ശൈലുവിന്റെ നായ അയാളെ രക്ഷിക്കുന്നു. ഒടുവിൽ ആ മുഖംമൂടിക്കാരൻ ഒരു തൃശൂലം കൊണ്ട് വാശുവിനെ കൊലപ്പെടുത്തുന്നു. ആ മുഖംമൂടിക്ക് പിന്നിൽ മറ്റാരുമായിരുന്നില്ല, രവിയായിരുന്നു. അതെ, രവി മരിച്ചിരുന്നില്ല. ചെറുപ്പത്തിൽ രവിയുടെ അച്ഛൻ ശൈലുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. രവി അത് കാണുകയും ശൈലു സ്വയം രക്ഷിച്ച് വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അന്നു മുതൽ ശൈലുവിന് മാനസികാഘാതം തുടങ്ങിയിരുന്നു. ദേഷ്യം വന്ന രവി അച്ഛനെ തല്ലിക്കൊന്ന് വീടിന് തീയിട്ടു. അതിൽ അവന്റെ മുഖത്തും പൊള്ളലേറ്റു. അവൻ ക്ഷേത്രത്തിൽ പോയി കരയുമ്പോൾ ദേവിയുടെ ആ മുഖംമൂടി അവന്റെ അടുത്തേക്ക് പറന്നു വന്നു. അതവൻ തന്റെ അടയാളമാക്കി. അവൻ അജ്ഞാതനായി ജീവിച്ചുകൊണ്ട് എപ്പോഴും ശൈലുവിനെ നിരീക്ഷിക്കുകയും അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഡോക്ടർ വിശ്വനാഥം രവിയെ ശൈലുവുമായി ഒന്നിപ്പിച്ചു. അവളെ കണ്ടപ്പോൾ അവൻ അതിയായ സന്തോഷവും ദുഃഖവും തോന്നി. താനിപ്പോൾ പരിശുദ്ധയല്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൾ എപ്പോഴും തനിക്ക് പരിശുദ്ധയായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അടുത്ത ദിവസം വിവാഹ സാധനങ്ങൾ വാങ്ങാൻ രവിയും വിശ്വനാഥും പട്ടണത്തിലേക്ക് പോയ സമയത്താണ് ഗ്രാമവാസികൾ ശൈലുവിനെ പിടികൂടി പുറത്താക്കിയത്. അവൾ അന്ന് ഒരുങ്ങിക്കൊണ്ടിരുന്നത് വിവാഹത്തിനായിരുന്നു. അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ 6 പേർ ചേർന്നാണ് കൊന്നത്. പ്രതാപ് രാജു, മേരി, നാഗമണി, കൃഷ്ണ, വാശു, പിന്നെ ജന്മിയുടെ ഭാര്യ രാജേശ്വരി. ഈ സംഭവങ്ങളെല്ലാം പ്രകാശ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിൽ ചെന്ന് ഭാര്യയെ ചോദ്യം ചെയ്യുന്നു. രാജേശ്വരിക്ക് വാശുവുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ഒരു ദിവസം ശൈലു ഇത് കണ്ടു. ആ രഹസ്യം പുറത്തറിയാതിരിക്കാനാണ് അവൾ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് ശൈലുവിനെതിരെ ഗ്രാമത്തിൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചതും ഒടുവിൽ അവളെ കൊന്ന് കിണറ്റിലിട്ടതും. പ്രകാശ് ഒരു നിരീശ്വരവാദിയും പരുക്കനുമായിരുന്നെങ്കിലും അവന്റെ മനസ്സ് ശുദ്ധമായിരുന്നു. അവൻ രാജേശ്വരിയെ അവളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി തീയിട്ട് കൊല്ലുന്നു. അതേസമയം വാശുവുമായുള്ള പോരാട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രവി ശൈലുവിനെ ഓർത്തുകൊണ്ട് കിണറ്റിൽ ചാടി ജീവനൊടുക്കുന്നു. അടുത്ത ദിവസം രാജേശ്വരി എങ്ങനെ മരിച്ചുവെന്ന് മായ ചോദിക്കുമ്പോൾ ഗ്രാമത്തിന്റെ നന്മയ്ക്കായി അവൾ സ്വയം ദേവിക്ക് സമർപ്പിച്ചുവെന്ന് പ്രകാശ് പറയുന്നു. ഗ്രാമവാസികളെല്ലാം അവൾക്ക് വേണ്ടി കരയുകയും അവളെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രകാശ് എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ രാജേശ്വരിയെ ദേവിയായി കണ്ടിരുന്ന ഗ്രാമക്കാരുടെ വിശ്വാസം തകർക്കാതിരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ മറുപടി നൽകുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. ശൈലു കൊല്ലപ്പെട്ട ദിവസം രവിയും ഡോക്ടറും ഗ്രാമത്തിലുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് കൊലയാളികളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്? അപ്പോൾ ഡോക്ടർ പുഞ്ചിരിക്കുന്നു. പുള്ളിക്ക് യഥാർത്ഥത്തിൽ കാഴ്ചയുണ്ടായിരുന്നു. അയാൾ അന്ധനായി അഭിനയിക്കുകയായിരുന്നു. ശൈലുവിനെ കൊല്ലുന്ന ദിവസം അയാൾ കിണറ്റിനരികിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അയാൾ എല്ലാം കാണുകയും അടുത്ത ദിവസം രവിയോടും വിശ്വനാഥനോടും എല്ലാം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർക്ക് സത്യം അറിയാൻ കഴിഞ്ഞതും അവർ പ്രതികാരം ചെയ്തതും. ഇതോടെ മംഗളവാരം എന്ന സിനിമ അവസാനിക്കുന്നു. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.